ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഒറ്റൊരുത്തിയാ അവൾ ഇത്രയും വഷളാക്കുന്നത്. എന്റെ വാക്ക് കേട്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്നാൽ നിനക്കും ഇവിടെ നിൽക്കാം, അവൾക്കും ഇവിടെ നിൽക്കാം. ഇല്ലെങ്കിൽ രണ്ടിനെ അടിച്ച് ഞാൻ പുറത്താക്കും. ആ രജിസ്ട്രാർ വലിയ കണിശക്കാരനാ. പിന്നെ അച്ഛന്റെ മറവിയും. അച്ഛന്റെ തിരിച്ചറിയൽ കാർഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കുകയും വേണം. മറ്റൊരു ദിവസം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണുട്ടാ, അച്ഛനെ ചികിത്സിച്ചില്ലെങ്കിൽ ഇനി അസുഖം വഷളാവത്തേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഉടനെ ചെയ്യണം. കാക്കച്ചി ഇവിടെ പറന്നോയോ? കാക്കച്ചി ഇവിടെ തന്നെ ഉണ്ട്. കണ്ണടച്ചോ. അപ്പൊ ഉരുളയും കൊണ്ടേ കാക്കച്ചി ഇതാ വരാൻ പോണു. അപ്പൊ ഇനി പപ്പി മോൾക്ക് തരാൻ പോവാ. കാക്കച്ചി ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നില്ലേ? അതെങ്ങനെ? കാക്കച്ചിക്ക് ഇവിടുത്തെ ഭക്ഷണം ഇറങ്ങില്ലല്ലോ. ഇനിയിപ്പോ ഇത്രയും വൈകിയില്ലേ മോനെ, കുറച്ച് കഴിച്ചിട്ട് പോ. ഇവളുടെ ഒരു സന്തോഷത്തിനെങ്കിലും. ഓ, എന്റെ സന്തോഷത്തിനായിട്ട് ആരും കഴിക്കണ്ട. അവനവന് ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചാ മതി. ഓ, ദൈവമേ. ആ ശ്യാമേ, നീ ഇരിക്കേ. രോഹിത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വിളമ്പി കൊടുക്കാം. എല്ലാരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ എപ്പോഴും പറ്റുന്ന കാര്യമല്ലല്ലോ. ഞാൻ സാവധാനം കഴിച്ചോളാം അമ്മേ. അതെ, എല്ലാരും നന്നായിട്ട് കഴിച്ചേക്കണം. എല്ലാരും ഉണ്ടാവും കരുതി ഞാൻ എല്ലാം കൂടുതൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കഴിച്ചില്ലെങ്കിൽ അപ്പുറത്തെ പശുവിന്റെ പിന്നാലെ രാവിലെ ഇതും കൊണ്ട് ഞാൻ ഓടേണ്ടി വരും. ഈ ഹോട്ടൽ പണിക്കിടയിൽ എനിക്ക് വയ്യ അതിന്റെ പിറകെ ഓടാൻ. അപ്പൊ മക്കള് ഇതും കൂടി കഴിച്ചാ മതി. എനിക്ക് മതി. എന്നാ കണ്ടോ, എന്റെ പപ്പിയോട് കഴിക്കണ കണ്ടോ. പപ്പിയോട് കഴിക്കടാ. എനിക്ക് മതി. എന്നാ പിന്നെ സാരമില്ല, മക്കള് കൈ കഴുക. ചെൽ. അതെ, അതവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോയാ മതി. അവിടെ ചെന്നിട്ട് സത്യമ്മയുടെ ഭക്ഷണം കഴിച്ചോ. എന്നാ പിന്നെ കഴിച്ചിട്ട് പോവല്ലേ. ഞങ്ങൾ അച്ഛനെ കൊണ്ടാക്കാൻ പോയപ്പോ സത്യമ്മ നല്ല ചൂടിലായിരുന്നു. ഇനി രോഗത്തിനൊക്കെ നല്ല വഴക്കു പറഞ്ഞു. അതുകൊണ്ട് ഇവിടുന്ന് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പൊ എന്റെ പേടി അതല്ല. അവന്മാർക്ക് സ്വത്ത് എഴുതി കൊടുക്കാത്തതിന്റെ പേരില് വീണ്ടും അവര് മക്കളെ ഉപദ്രവിക്കാൻ വരുമോ? എന്തായാലും ഉടനെ ഒന്നും അവരൊരു കളി കൊണ്ട് വരില്ല. എന്നാൽ നമ്മളൊന്ന് കരുതിയിരിക്കണം. പ്രത്യേകിച്ച് രോഹിത് ഇപ്പൊ കളം മാറ്റി ചവിട്ടിയ സ്ഥിതിക്ക് അവരുടെ പക മുഴുവൻ രോഹിത്തിനോടായിരിക്കും. ശരിയാ, അവര് പ്രതികരിക്കും. നന്നായി തന്നെ പ്രതികരിക്കും. അതറിഞ്ഞു തന്നെയാ ഞാൻ നടക്കുന്നേ. നമ്മൾ തോറ്റുകൊടുക്കാൻ പാടില്ലല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ഒഴിഞ്ഞാ മതിയായിരുന്നു എന്റെ ഭഗവാനെ. എനിക്കെന്റെ മകന്റെ കൂടെ നിന്നേ പറ്റൂ. ഈ കല്യാണം ഞാൻ നടത്തും. അതിനൊരു മാറ്റവും. സുബൈദ, സുബൈദ, നൂർജഹാനെ ഒന്ന് വിളിക്ക്. ഓള് കിടക്കുവാണെന്ന് തോന്നുന്നു. അതെന്താ ഈ സമയത്ത് ഒരു കിടപ്പ്? തലവേദന മറ്റോ എടുക്കാണെന്ന് പറഞ്ഞാ കിടന്നത്. ഓ, അവളിപ്പോ നമ്മക്കാ തലവേദന ഉണ്ടാക്കുന്നത്. നീ അവളേക്ക് വിളിക്ക്. ഇതൊക്കെ അവക്ക് വേണ്ടി വാങ്ങിച്ചതാ.
ഇത് അവക്ക് കൊടുക്കാൻ വേണ്ടിയായി ഈ വിളിക്കുന്നത്. ആ കല്യാണത്തിന്റെ അന്ന് ഇടാനുള്ള ഡ്രസ്സുകളും അതുപോലെ മൈലാഞ്ചി കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സുകളുമായി വാങ്ങിച്ചിരിക്കുന്നേ. അതിങ്ങ് എടുത്തു കൊടുക്കടാ. പിടിക്ക്. അത് വാങ്ങിക്കേ. നീ അതിങ്ങ് തന്നേക്ക്, ഇങ്ങ് തന്നേക്ക്. ഇതിട്ട് പാകമാണോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ മാറി വേറെ വാങ്ങിക്കണം. ആ അത് കെടറ. ഇത് കല്യാണത്തിന് അണിയാനുള്ള ആഭരണങ്ങളാ. ഇപ്പോഴത്തെ ഫാഷൻ പറഞ്ഞ് നസീർ തന്നെയെല്ലാം വാങ്ങിച്ചത്. പുതിയ രീതിയിലുള്ള ഡിസൈൻ തന്നെയാണെന്നാ ആ സെയിൽസ്മാൻ പറഞ്ഞത്. ഓ, ഇനി ഡിസൈൻ ഇച്ചിരി പഴയതാണെങ്കിലും കാര്യങ്ങൾ നടക്കട്ടെ, പിന്നീട് നമുക്ക് മാറ്റി വാങ്ങിക്കാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും അവളുടെ നിൽപ്പ് കണ്ടില്ലേ സുബൈദ? ഇനിയിപ്പോ എന്താ ഞാൻ പറയേണ്ടത്? നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഇവളുടെയും കൂടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? അതെന്താ ഇവള് മനസ്സിലാക്കാത്തത്? ഈ നന്മ എനിക്കിപ്പോ വേണ്ട. ബാപ്പയോട് തർക്കത്തിന് പറയുന്നോടി. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം നീ അറിയും. അതറിയാവുന്നത് കൊണ്ട് തന്നെയാ എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? എനിക്ക് പഠിക്കണം. പഠിച്ചോ, കല്യാണം കഴിഞ്ഞും പഠിക്കാലോ. എത്രയോ പെൺകുട്ടികൾ വീട്ടിലിരുന്നും പഠിക്കുന്നു. അവരും പരീക്ഷ എഴുതുന്നില്ലേ, പാസ്സാവുന്നില്ലേ? അതുപോലെ വേണമെങ്കിൽ നീയും പഠിച്ചോ. കല്യാണം കഴിഞ്ഞിട്ട് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള പരാതി ഒന്നും പറയില്ലല്ലോ. അങ്ങനെയല്ല, ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന കോഴ്സ് എനിക്ക് പൂർത്തിയാക്കണം. അത് കഴിഞ്ഞ കല്യാണത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റും. അത് നീയല്ല തീരുമാനിക്കുന്നത്. ഇവിടെ ഇപ്പൊ കാര്യങ്ങൾ നോക്കുന്നേ എന്റെ വാപ്പയാ. വാപ്പ തന്നെ കാര്യങ്ങൾ നീക്കിക്കോളൂ. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരും ഇല്ല അല്ലേ? മാമിയെങ്കിലും പറ. എനിക്ക് പഠിക്കണം, പഠിച്ചേ ഒക്കൂ. എന്തിനാ അവളെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? പഠിക്കാൻ ഇഷ്ടമെങ്കിൽ അവൾ പഠിക്കട്ടെ. എന്നിട്ട് അവളുടെ പഠിത്തം കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണം നടത്താം. ദേ, നീ ഒറ്റ ഒരുത്തിയാ അവൾ ഇത്രയും വഷളാക്കുന്നത്. എന്റെ വാക്ക് കേട്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്നാൽ നിനക്കും ഇവിടെ നിൽക്കാം, അവൾക്കും ഇവിടെ നിൽക്കാം. ഇല്ലെങ്കിൽ രണ്ടിനെ അടിച്ച് ഞാൻ പുറത്താക്കും.